പരിശുദ്ധമ്മ ജീവനോടെ പ്രതിഷ്ഠപ്പെട്ട ഈ ആൾത്താരയിൽ എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ്. ഞാനിവിടെ ഉടമ്പടി എടുത്ത് 2023 മെയ് 23-നാണ്. ഇത് ഈ ജീവിതത്തിൽ എനിക്ക് ഇതുവരെയും തന്ന എല്ലാ നന്മകളും എൻ്റെ അമ്മയും ഈശോയും തന്ന ദാനമാണ്. ഇപ്പം ലാസ്റ്റായിട്ട് ഞാൻ പറയാൻ വന്നത് എൻ്റെ മോളുടെ കാര്യമാണ്. മോളെ ഒരു ഫിസിയോതെറാപ്പിസ്റ്റാണ്. അവൾ വെളിയിലോട്ട് പോകാൻ ജർമ്മൻ പഠിക്കാനായിട്ട് പോയി. അപ്പോഴൊക്കെ പഠിക്കാൻ പോയി കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞപ്പോൾ അവൾക്ക് ഭയങ്കര ടെൻഷന്, വിഷമം. അപ്പോൾ എന്നോട് പറഞ്ഞു, അമ്മ എന്നെക്കൊണ്ട് സാധിക്കത്തില്ല, ഞാനിത് ഇട്ടേച്ച് പോരുമോ, എനിക്ക് പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, മോനെ അമ്മയുടെ ബലത്തിൽ ഞാനല്ലേ മോനോട് പറയുന്നത്, മോനെ കൊണ്ട് സാധിക്കും എന്ന് പറഞ്ഞു. അവൾ അങ്ങനെ അവിടെ പിടിച്ചു നിന്നു. ഇതിൻ്റെ ഇടയ്ക്ക് അവൾക്ക് പല അസുഖങ്ങൾ വന്നു, തൈറോയ്ഡ് വന്നു, ഡിപ്രഷൻ്റെ ഒരു സൈഡ് വരെയും കുഞ്ഞ് പോയി. അപ്പോഴൊക്കെയും ഞാൻ അവളെ പിടിച്ചു നിർത്തുക, എൻ്റെ അമ്മയുടെ ബലത്തിലാണ് ഞാൻ പിടിച്ചു നിർത്തുക. അങ്ങനെ എക്സാം കഴിഞ്ഞു, എക്സാം പാസ്സായി. എക്സാം പാസ്സായിട്ടും ഒരു 10 മാസമായി കുഞ്ഞിൻ്റെ റിസൾട്ട് വന്നിട്ട് ഇവർ 15 പേരെഴുതിയതിൽ 13 പേരും അവർക്ക് വിസയും ടിക്കറ്റും ഒക്കെ വന്നു, അവർ പോയി. ഇവർ 2 പേരാണ് അവശേഷിച്ചത്. അപ്പോഴൊക്കെ ഇവർക്ക് ഭയങ്കര വിഷമം. പക്ഷേ എനിക്ക് യാതൊരു വിഷമവും പ്രയാസവും ഇല്ലായിരുന്നു. കാരണം ഞാൻ എൻ്റെ അമ്മയാണ് കാര്യങ്ങൾ ഏൽപ്പിച്ചതെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ടായിരുന്നു. കാരണം എൻ്റെ ജീവിതത്തിൽ അതുപോലെ എൻ്റെ അമ്മ ഇടപെട്ട് അവസാനം ഈ നവംബർ 16 കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു ധ്യാനം ഇങ്ങനെ ഓൺലൈനിൽ കൂടുമ്പോൾ അച്ഛൻ അതിൻ്റെ അകത്ത് ഒരു 3 ഡേറ്റ് പറഞ്ഞേച്ച്, ഒന്നൊരു 15, പിന്നെ ഒരു 26, പിന്നെ ഒരു 3 ഡിജിറ്റലിൻ്റെ നമ്പരാണ് പറഞ്ഞത്. അപ്പം ഞാൻ ഓർത്തു, അപ്പോൾ 19 എന്നുള്ളത് 15 എന്ന് പറഞ്ഞാൽ കഴിഞ്ഞില്ല, ഞാൻ 19-നായി ഇത് കാണുന്നത്. അപ്പം ഞാൻ അടുത്ത 26 എന്നുള്ള ഡേറ്റ് അച്ഛൻ പറഞ്ഞു. അപ്പം ഞാനത് 26 എന്നുള്ള ഡേറ്റ് ഞാൻ മനസ്സിൽ പറഞ്ഞേച്ച് അമ്മയുടെ തിരുമുമ്പിൽ പ്രാർത്ഥിക്കാൻ, മാതാവേ ഈ 26 എന്നുള്ള ഡേറ്റിന് എനിക്കൊരു അത്ഭുതം അമ്മ കാണിച്ചു തരണം, കുഞ്ഞിൻ്റെ വിസയുടെ കാര്യം അമ്മ നടത്തി തരണം എന്ന്. അന്ന് മുതൽ ഞാൻ മുട്ടിപ്പായിട്ട് ഈ വിഷയം വെച്ച് അമ്മയോട് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. നിങ്ങളാരും അത് അങ്ങനെ ഒരു ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കാൻ പറയുന്ന കാര്യം അവഗണിക്കരുത്. അതെൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ്. ആ ഡേറ്റ് ഇട്ട് 26 രാത്രി 11:45 ഞാൻ എഴുന്നേറ്റിരുന്നപ്പോഴും ഒരു സൂചന എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ നിൻ്റെ സമയം ഇനിയും അതിക്രമിച്ചിട്ടില്ലല്ലോ, നിനക്ക് അത്ഭുതം ചെയ്യാൻ ഇനിയും സമയമുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ കിടന്ന് ഉറങ്ങുകയാണ്. എൻ്റെ മയക്കത്തിൽ വന്ന് എന്നെ തട്ടിയിട്ട് പറയുക, നിൻ്റെ മൂത്ത ആങ്ങളയ്ക്കൊരു വിസ വന്നിട്ട്. അപ്പം ഞാൻ പ്രാർത്ഥിച്ചപ്പം പറഞ്ഞു, മാതാവേ എനിക്കൊരു അടയാളം നീ തരണമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് തന്ന അടയാളമാണ് എൻ്റെ മൂത്ത ആങ്ങളയ്ക്കൊരു വിസ വന്നെന്ന് പറഞ്ഞ് എന്നെ കാണിക്കുകയാണ് സ്വപ്നത്തിൽ വന്ന്. അവിടുന്ന് ഞാൻ പറഞ്ഞു, മാതാവേ അത് സന്തോഷം. പിന്നെ എനിക്ക് മനസ്സിലാകുന്ന മൂത്ത ആങ്ങളയ്ക്ക് പ്രായമൊക്കെ ഒത്തിരിയായി, ഇനി വിസ എങ്ങനെ വരും. അപ്പോൾ എനിക്ക് മനസ്സിലായി അത് എൻ്റെ അമ്മ എനിക്ക് തന്നൊരു അടയാളമാണെന്ന്. 27-ാം തീയതി വെളുപ്പിനെ മോള് രാവിലെ 9 മണിയായപ്പോൾ മോള് എന്നെ വിളിച്ചു. വളരെ സന്തോഷത്തോടു കൂടിയാണ് അവൾ വിളിച്ചത്. എന്നാ മോനെ, അമ്മ ഞാൻ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞു. അപ്പോഴേ എനിക്ക് കാര്യം മനസ്സിലായി. അവൾ എന്നെ വിളിച്ചേച്ച് പറഞ്ഞു, അമ്മേ വിസ വന്നു എന്ന് പറഞ്ഞു. ഞാൻ അവിടെ നിന്ന് പൊട്ടിക്കരയുവാണ് ചെയ്തത്. ഞാൻ പറഞ്ഞു, മോനെ എനിക്കിത് രാത്രിയിൽ എനിക്ക് മെസ്സേജ് അമ്മ തന്നിരുന്നു, പക്ഷേ അത് 26 ഞാൻ പറഞ്ഞത്, എനിക്ക് 27 ഈ വാർത്ത കേൾക്കാൻ. അല്ലമ്മേ അത് 26 എന്നുള്ള ഡേറ്റാണ്. ഇവിടെ കൂടുള്ള കുട്ടിക്ക് വന്നത് 24 എന്നുള്ള ഡേറ്റിന് വിസ വന്നു. ഇവർക്ക് 2 പേർക്കും കൂടെ എല്ലാം ഒരുമിച്ച് വന്നുകൊണ്ടിരിക്കാം. പക്ഷേ അമ്മയോട് പറഞ്ഞ് ആ ഡേറ്റും പ്രകാരം അമ്മ അത് സാധിച്ചു തന്നു. ഇപ്പോൾ അതിനുശേഷം മോളുടെ ടിക്കറ്റ് എൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, മാതാവേ നിൻ്റെ പ്രതീക്ഷീകരണത്തിൻ്റെ ദിവസമാണ് ഡിസംബർ 7. അതിനു മുമ്പേ പ്രിയപ്പെട്ട മകളെയും കൊണ്ട് നിൻ്റെ ആൾത്താരയിൽ വന്ന് എനിക്ക് സാക്ഷ്യം പറയാം, നീ എന്നെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ മോളുടെ ടിക്കറ്റും വന്നു. മോളി 9-ാം തീയതി 11 മണിക്ക് ഉള്ള ഫ്ലൈറ്റിന് പോവുകയാണ്. ഈ സാക്ഷ്യമാണ് ഏറ്റവും കൂടുതൽ എനിക്ക് പറയാനായിട്ട് ഇവിടെയുള്ളത്. പിന്നെ എൻ്റെ ജീവിതത്തിൽ ഇന്നുവരെ എല്ലാ തന്മകളും തന്നിട്ടുള്ളത് എൻ്റെ അമ്മയുടെ ദാനമാണ്, കൃപയാണ്. ഞങ്ങളുടെ ആരുടെയും കഴിവോ മിടുക്കവോ ഒന്നുമല്ല, അമ്മയുടെ ദയയും കാരുണ്യം കൊണ്ട് ഞങ്ങൾ ഇന്ന് ഈ സ്ഥാനത്തിൽ. എനിക്കാണെങ്കിൽ ഭയങ്കരമായ അസുഖങ്ങളൊക്കെ വന്നിട്ടുണ്ട്, അതിൽ നിന്നൊക്കെ എൻ്റെ അമ്മ രക്ഷിച്ചു. കാരണം നട്ടലിന് പ്രശ്നമുള്ളതാണ്, നട്ടലിന് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞതാണ് എനിക്ക്. പക്ഷേ അതൊക്കെ വിടുവിച്ചു. അവസാനം ഡോക്ടർ ലാസ്റ്റ് ചെന്നപ്പോൾ എന്നോട് പറയുക, നീ മരുന്നൊന്നും കഴിക്കണ്ട, പഴയ അസുഖങ്ങളൊന്നും ഇല്ലല്ലോ. അങ്ങനെ ആ ന്യൂറോയുടെ മരുന്ന് വരെ ഞാൻ നിർത്തി. മുട്ടിന് തേയ്മാനമാണ്, എനിക്ക് മുട്ടയിൽ നിന്ന് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞു, അമ്മ എനിക്ക് മുട്ടയിൽ നിന്ന് പ്രാർത്ഥിക്കണം. ഇന്ന് ഞാൻ 15-20 മിനിറ്റോളം മുട്ടയിൽ നിന്ന് എന്നും പ്രാർത്ഥിക്കാറുണ്ട്. എൻ്റെ അമ്മയുടെ പ്രതീക്ഷയുടെ സാക്ഷിയാണ്. എനിക്ക് അവസരം തന്നതിനായിട്ട് നന്ദി. എനിക്ക് വേണ്ട എല്ലാ കൃപകളും തന്നതിനായി സ്തോത്രം. ഞാൻ എന്നും എൻ്റെ മരണം വരെയും അമ്മയുടെ പ്രതീക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി ജീവിച്ച് മരിക്കാനാണ് എനിക്ക് താല്പര്യം. എൻ്റെ അമ്മയും തിരുമാരൻ തന്ന എല്ലാ കൃപകൾക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം ഇവിടെ
അവസാനിപ്പിക്കുന്നു. കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞാൻ ചെയ്യുന്നത് അനാഥാലയത്തിൽ ആഹാരം കൊടുക്കും. പിന്നെ ആര് സഹായം വന്ന് ചോദിച്ചാലും ഞാൻ എന്നെ കഴിവാൽ കൊടുക്കാറുണ്ട്. കഴിഞ്ഞ ജപമാല റാലിയിൽ പങ്കെടുത്തപ്പോൾ എനിക്ക് തിരിച്ചു വരുമ്പോൾ ബസ് വെച്ചൊരു കുട്ടിയെ കിട്ടി. അവളുമായിട്ട് ഞാൻ സംസാരിച്ച് തിരിച്ചു വന്ന് ഞങ്ങൾ ഈ പള്ളിയുടെ വാതിക്കലാണ് പ്രൈവറ്റ് ബസ്സിന് ഇറങ്ങുന്നത്. അപ്പം ഇവിടെ വന്ന് എനിക്ക് ഒരു സംഭാവന ചെയ്യണമുണ്ടായിരുന്നു. അപ്പം ഞാൻ വന്ന് ഇവളിറങ്ങിയപ്പോൾ ഇവൾക്ക് ഭയങ്കര ധൃതിയാണ് പോകാൻ. അവിടെ ഞാൻ നിൽക്കുകയെന്ന് പറഞ്ഞു. ഞാൻ പള്ളി അകത്ത് കയറി പ്രാർത്ഥിച്ച് സംഭാവനയും കൊടുത്തു കഴിയുമ്പോൾ ഞാൻ ചോദിച്ചു, നിനക്ക് എന്താ ഇത്ര ധൃതി എന്ന് ചോദിച്ചു മോളെ. ഞാൻ പറഞ്ഞു, ഒന്നുമില്ല, എനിക്ക് അവിടെ വീട് റാന്നിയാണ്, എനിക്ക് പോകാൻ ബസ് കിട്ടത്തില്ല ചേച്ചി, അതുകൊണ്ടാണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഞാൻ നമ്പർ കൊടുത്തു, നീ എന്നെ വിളിക്കണമെന്ന് പറഞ്ഞു. വിളിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, നിനക്ക് എന്തായിരുന്നു, നിൻ്റെ പ്രശ്നം എന്തായിരുന്നു, നീ എന്നോട് പറ. അപ്പോഴാണ് പറയുന്നത്, അവൾക്ക് അമ്മയില്ല, അച്ഛനില്ല, സഹോദരനില്ല. അവിടെ അച്ഛന് വയ്യാതെ കിടന്നപ്പോൾ അവൾ വന്ന് അന്വേഷിച്ചതിൻ്റെ പേരിൽ അവരുടെ ഭർത്താവ് അവളെ ഉപേക്ഷിച്ച് പോയിരിക്കുകയാണ്. അപ്പം പറഞ്ഞു, മോളെ നിനക്ക് എന്ത് പ്രശ്നം വന്നാലും നീ എന്നെ വിളിക്കണം, അത് എന്തായാലും വേണ്ടുകയില്ല, നീ നിനക്ക് ഞാനുണ്ടെന്ന് വിശ്വസിച്ചാൽ മതിയെന്ന്. ആ കുട്ടി ഇന്നും എന്നെ വിളിച്ചു. അവൾക്ക് വേണ്ടുന്ന സഹായം ഞാൻ എന്നാൽ കഴിയൽ ചെയ്യുന്നു. അത് എൻ്റെ വീട്ടിൽ പോലും ആർക്കും അറിയത്തില്ല. അത് അറിയേണ്ട കാര്യം അവരാരും അറിയേണ്ട കാര്യമില്ലല്ലോ, അത് ഞാൻ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ആരെന്ത് വന്ന് ചോദിച്ചാലും ഞാൻ കൊടുക്കും. പിന്നെ എൻ്റെ ജീവിതത്തിൽ ആത്മീയമായിട്ട് ഞാൻ ഒരു ഹിന്ദു ആണെങ്കിലും കഴിവതും ഞാൻ ആത്മീയതയിൽ തന്നെ ജീവിക്കും. ഒരു ദിവസം പോലും എൻ്റെ പ്രാർത്ഥനകളോ വേദപുസ്തകം വായിക്കുന്നതോ ഞാൻ മുടക്കാറില്ല. എൻ്റെ അമ്മയ്ക്ക് വേണ്ടി ഞാൻ എൻ്റെ ജീവിതം തന്നെ മാറ്റിവെക്കാൻ ഞാൻ തയ്യാറാണ്. കാരണം അതുപോലെ തന്നെ അമ്മ എന്നെ കൈകളിൽ താങ്ങി നടത്തുകയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈശോയ്ക്ക് അമ്മയ്ക്ക് 1000 നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ജെറമിയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്ന് 1-ാം അധ്യായം 8-9 തിരുവചനങ്ങൾ. നീ അവരെ ഭയപ്പെടേണ്ട, നിന്റെ രക്ഷയ്ക്ക് നിന്നോടുകൂടെ ഞാനുണ്ട്. കർത്താവാണിത് പറയുന്നത്. അനന്തരം കർത്താവ് കൈനീട്ടി എൻ്റെ അധരത്തിൽ സ്പർശിച്ചുകൊണ്ട് അരുളി ചെയ്തു, ഇതാ എൻ്റെ വചനങ്ങൾ നിൻ്റെ നാവിൽ ഞാൻ നിക്ഷേപിച്ചിരിക്കുന്നു. പുഷ്പചന്ദ്രൻ എന്ന ഈ അമ്മ മകൾക്ക് വേണ്ടിയാണ് ഉടമ്പടിയെടുത്ത് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചത്. അമ്മയുടെ വിശ്വാസം ഇവിടെ വരുമ്പോൾ എൻ്റെ നിയോഗം സാധിക്കുക എന്ന് മാത്രമായിരുന്നു. പക്ഷേ ഇന്ന് അമ്മയെ വളരെയധികം ഈശോ കൈപിടിച്ച് നടത്തുന്ന വലിയ ആധ്യാത്മിക അനുഭവത്തിലേക്ക് ഈ അമ്മയെ നിത്യതയോളം ഈ അമ്മ വാഗ്ദാനം ചെയ്തതുപോലെ തന്നെ, ഉടമ്പടി എടുത്തതുപോലെ തന്നെ ഈശോ അതിലുപരിയാണ് ഈ മകളെ കാത്ത് സംരക്ഷിക്കുന്നത്, കൂടെ ചേർത്ത് വയ്ക്കുന്നത് എന്നുള്ളതിൻ്റെ വലിയ ഒരു സാക്ഷ്യമാണ് നാം ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മകൾ ഫിസിയോതെറാപ്പിസ്റ്റായി ജോലി കിട്ടാൻ വേണ്ടിയാണ് ജർമ്മനിയിലേക്ക് പോകാനിരുന്നത്. അപ്പോൾ അവിടെ ഉണ്ടായേക്കാവുന്ന വലിയ തടസ്സങ്ങളെക്കുറിച്ചായിരുന്നു അമ്മ പറയുന്നത്. കൂടെയുള്ളവരെല്ലാം ജർമ്മനിയിലേക്ക് പോയി. എൻ്റെ 2 കുഞ്ഞുങ്ങൾക്ക്, കൂട്ടുകാരിക്കും ആൾക്കും മാത്രം കിട്ടുന്നുണ്ടായിരുന്നില്ല. ഉടമ്പടി എടുത്ത ഉടനെയുള്ള അമ്മയുടെ റെസ്പോൺസ്, അമ്മ ഈശോയ്ക്ക് കൊടുക്കുന്ന ആ ഒരു ഗ്രീൻ സിഗ്നലിനെ കുറിച്ച് അമ്മ പറയുന്നു. ജോസഫ് അച്ഛൻ കൊടുത്ത ആ ഡേറ്റുകളിൽ ഒരെണ്ണം ഞാൻ പിക്ക് ചെയ്ത് അതിൽ എനിക്ക് എൻ്റെ കുഞ്ഞിനു വേണ്ടിയുള്ള ഒരു ഡേറ്റ് ഇട്ട് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ ഈശോയോട് പറഞ്ഞു, എന്നെ പ്രത്യക്ഷീകരണ ദിവസത്തിൻ്റെ മുൻപ്, അതായത് ഡിസംബർ 7 മുൻപ് തന്നെ എൻ്റെ കുഞ്ഞിനെ വിദേശത്തേക്ക് കയറ്റിക്കൊണ്ടു പോകണമേ എന്നുള്ള പ്രാർത്ഥന. അമ്മ എത്ര ആത്മാർത്ഥതയോടുകൂടി ഈശോയോട് പറഞ്ഞുവോ അതിലും ആത്മാർത്ഥതയോടുകൂടി പരിശുദ്ധ അമ്മ ഈശോയിൽ നിന്ന് ആ വലിയ അനുഗ്രഹം പ്രാപിച്ചു കൊടുത്തിരിക്കുകയാണ്. ഡിസംബർ 9 ഈ മകൾ ജർമ്മനിയിലേക്ക് പറക്കാൻ ഒരുങ്ങി നിൽക്കുകയാണ്. അതുപോലെ തന്നെ പുഷ്പ എന്ന ഈ അമ്മ പറയുന്നു, എൻ്റെ എല്ലാ ശാരീരിക അസ്വസ്ഥങ്ങളും ഇന്ന്, എല്ല് തേയ്മാനവും എല്ലാ അസ്വസ്ഥതകളും ഇന്ന് ഇവിടുത്തെ നേർച്ച വസ്തുക്കളുടെ ഉപയോഗം മൂലം എനിക്ക് യാതൊരു മരുന്നും കഴിക്കേണ്ട ആവശ്യമില്ല, എനിക്കിന്ന് യാതൊരു ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോകേണ്ട ആവശ്യമില്ല. ഈശോ തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ വൈദ്യനെന്ന് എനിക്ക് എവിടെയും ഉറച്ച് പ്രഖ്യാപിക്കുവാനുള്ള വലിയ ധൈര്യമുണ്ട്. ഇതുപോലെ തന്നെ ഈ അമ്മയുടെ വലിയൊരു കാരുണ്യപ്രവൃത്തിയെക്കുറിച്ച് ഏറ്റു പറയുകയുണ്ടായി. കാരുണ്യപ്രവൃത്തികൾ ഈശോയെ സ്നേഹിക്കുന്നതാണ്, അത് തുടർന്നുകൊണ്ടും സ്നേഹിക്കുന്നതാണ്. വല്ലപ്പോഴും ഒരു 100 രൂപയോ 50 രൂപയോ ഒരു പൊതിച്ചോറോ കൊടുത്ത് അവസാനിപ്പിക്കുന്നതല്ല. ജപമാല റാലിക്ക് കിട്ടിയ ഒരു കൂട്ടുകാരിയെ, അവളുടെ ജീവിതത്തിൻ്റെ തകർച്ചയെ ഈ അമ്മ ഏറ്റെടുത്തുകൊണ്ട് അവരുടെ കുടുംബത്തിന് ആവശ്യമായ സഹായങ്ങൾ ലഭിക്കുന്ന, അത് കണ്ടിന്യൂ ചെയ്യുന്ന ഒരു വലിയ കാരുണ്യത്തിൻ്റെ സാക്ഷ്യം നമുക്ക് ഏറ്റെടുക്കാവുന്നതാണ്. ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം. നമ്മുടെ മുന്നിൽ വരുന്ന ആളുകളെ വേണ്ടി പ്രാർത്ഥിക്കുവാനും അവരെ ഒരു കൈപിടിച്ചുയർത്ത ഒരു കൈത്താങ്ങ് കൊടുക്കുവാനും പരിശുദ്ധ അമ്മ നമ്മെ ഈശോയിലേക്ക് അടുപ്പിച്ചതുപോലെ എൻ്റെ വിശ്വാസ പ്രഖ്യാപനങ്ങൾ ഇതിനെല്ലാം സഹായിക്കുന്നെങ്കിൽ അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ
വിശ്വാസ പ്രഖ്യാപനം, ഈശോയെ ഞാൻ കാണുന്നതും കൊടുക്കുന്നതും നമുക്ക് ഏറ്റുപറയാൻ ലഭിക്കുന്ന വലിയ വലിയ സാഹചര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാം. സമയച്ചുരുക്കത്തിൻ്റെ അമ്മ വലിയ ജീവിതഭാരങ്ങൾ എടുത്തുമാറ്റി ഇവരെ സഹായിക്കുന്നതിനും സാന്ത്വനപ്പെടുത്തുന്നതിനും പുഷ്പയ്ക്കും കുടുംബത്തിനും മകൾക്കും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്ക് അമ്മയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നല്ലൊരു കയ്യടിയോടെ ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.